ഞാൻ ആർമിയിലാണ് ഇപ്പോൾ 7 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നത്. എൻ്റെ ഒരു മിഷണറി എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു പുതിയ മേഖലയാണ്. പട്ടാളക്കാരുടെ ഇടയിൽ അവരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അറിഞ്ഞ് അവരെ സമയമായ രീതിയിൽ നമുക്ക് പറ്റുന്ന സഹായിക്കുക എന്നുള്ളതാണ്. ആർമിയിൽ ജൂനിയർ കമ്മീഷൻഡ് ഓഫീസർ എന്ന് പറയുന്ന ഒരു റാങ്കാണ്. റിലീജിയസ് ടീച്ചർ എന്ന് പറയുന്ന ജോലി ചെയ്യുന്ന ജൂനിയർ കമ്മീഷൻ JCO എന്ന് പറയുന്ന റാങ്കിലാണ് ഞാൻ ജോലി. ഇന്ത്യൻ സേനയിൽ റിലീജിയസ് ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാ മതത്തിൽ നിന്നുമുണ്ട്. നമ്മുടെ ക്രിസ്ത്യൻസ് ആണെങ്കിലും പല വിഭാഗങ്ങളുണ്ട്. പക്ഷേ കത്തോലിക്കരായിട്ട് ഇപ്പോൾ ഞാൻ മാത്രമേ നിലവിലുള്ളൂ. അവർ പല യൂണിറ്റുകൾ, ഇപ്പം ക്രിസ്ത്യൻസ് കൂടുതലുള്ള യൂണിറ്റുകളാണ് നമ്മുടെ ക്രിസ്ത്യൻ റിലീജിയസ് ടീച്ചേഴ്സ് വർക്ക് ചെയ്യുക. അതുപോലെ ഹിന്ദുസിൻ്റെ ഉണ്ട്, അതുപോലെ മുസ്ലിംസിൻ്റെ ഉണ്ട്, സിഖിൻ്റെ ഉണ്ട്. ഓരോ മതത്തിൻ്റേതായ അവരുടെ സ്ട്രെങ്ത് അനുസരിച്ച്. നമുക്കറിയാം ക്രിസ്ത്യൻസ് പൊതുവേ ഇന്ത്യയിൽ കുറവാണ്, ആർമിയിൽ അതുപോലെ തന്നെ കുറവാണ്. ഓക്കെ, ഇപ്പം ആസാം റെജിമെൻറ്റിലാണ് ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത്. അവിടെ അച്ഛന്മാരുടെ പോസ്റ്റിംഗ് ഉണ്ട്. പക്ഷേ അച്ഛനായിട്ട് ഞാനുള്ളൂ. ബാക്കി റിലീജിയസ് പാസ്റ്റേഴ്സ്, അതുപോലെ മറ്റ് ഡിനോമിനേഷനുള്ള ക്രിസ്ത്യൻ ടീച്ചേഴ്സ് അങ്ങനെയുള്ളവരാണ് വർക്ക് ചെയ്യുക. നമ്മൾ ഇവരുടെ കമ്പനികളിലേക്ക് പോകും. ഇവർ താമസിക്കുന്ന ഓരോ കമ്പനികളിൽ അല്ലെങ്കിൽ ഷെൽട്ടറുകൾ കാണും. അപ്പോൾ നമ്മൾ അവരുടെ ഒരു ടൈം ഇൻ്റർവെൽസ് അനുസരിച്ച് ചിലപ്പം വീക്കിലി അല്ലെങ്കിൽ മന്ത്ലിയൊക്കെ നമ്മൾ പോയി വിസിറ്റ് ചെയ്യും. ഇല്ലെങ്കിൽ ഇവരുടെ പ്രോബ്ലംസ് ഉള്ളവരെ നമ്മുടെ അടുത്തേക്ക് പറഞ്ഞു വിടും. ഇല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിയുമ്പം നമ്മൾ പോയി കണ്ടെത്തി അവരെ കണ്ട് സംസാരിക്കും. ഗ്രൂപ്പായിട്ടും ഇൻഡിവിജ്വലായിട്ടും ഇൻ്റർവ്യൂസും കൗൺസിലിങ്ങൊക്കെ നടത്തും. നമ്മുടെ ഒരു ചുമതല എന്ന് പറഞ്ഞാൽ അവരുടെ റിലീജിയസ് ആഘോഷങ്ങളുണ്ടല്ലോ, അത് സംഘടിപ്പിക്കുക. പ്രത്യേകിച്ച് ക്രിസ്മസ്, ഈസ്റ്റർ, അതുപോലെ നമ്മുടെ ഹോളി വീക്ക് പ്രോഗ്രാമുകൾ. പിന്നെ സൺഡേസിലാണ് അവരുടെ മെയിൻ പ്രോഗ്രാമുകളുള്ളത്. അപ്പോൾ അവരുടെ പ്രേയേഴ്സ് നടത്തുക. അപ്പോൾ ഒരു പല ഡിനോമിനേഷൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ ഒരു ലിറ്റർജി ഓഫ് വേർഡ്, ഒരു എന്താ പറയുന്നത്, ഒരു വചന ശുശ്രൂഷ പോലെ നടത്തും. അതുപോലെ കത്തോലിക്കാരായിട്ടുള്ള ആളുകൾ കുർബാനയ്ക്ക് വേണ്ടി വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ആയിരിക്കുന്ന ഗ്രൂപ്പിൽ മലയാളീസ് ഉണ്ട്. പഴയ തൊട്ടടുത്തുള്ള ഗ്രൂപ്പിൽ നിന്നും തൊട്ടടുത്തുള്ള യൂണിറ്റിൽ നിന്നൊക്കെ വരുന്നുണ്ട്. അവർക്ക് വേണ്ടി നമ്മൾ മലയാളത്തിലും കുർബാന ചെയ്യുന്നുണ്ട്. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവർ കൂടുതലും നോർത്ത് ഈസ്റ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളവരാണ്. അവരെല്ലാം ഒരു ക്രിസ്ത്യൻ ബെൽറ്റാണ്. അവർ കുറച്ചുകൂടി ഫെയ്ത്ത്ഫുള്ളാണ്. അപ്പം നമ്മളൊരു അച്ഛനൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ അനുസരിക്കും. അവർക്ക് ആർമി വന്നതിൻ്റെ ശേഷം വീട്ടിൽ നിന്ന് കിട്ടിയ ഒരു വലിയൊരു ഫോർമേഷനുണ്ട് അവർക്ക്. ഓരോ ദിവസവും നമുക്കൊരു ഷെഡ്യൂളുണ്ട്. നമ്മൾ ഇവരുടെ എല്ലാ എക്സസൈസിനൊന്നും പോവില്ല. നമ്മൾ കൂടുതൽ സമയം നമ്മുടെ ഡെയിലി പ്രേയേഴ്സൊക്കെ നടത്തും. പിന്നെ നമ്മൾ റെഗുലർ ഇൻ്റർവെൽസിൽ ഡേ ടൈമിലും ഈവനിങ്സിലൊക്കെ ഇവരെ കണ്ടെത്താനും സംസാരിക്കാനും. ഇപ്പോൾ ഫീൽഡിലാണെങ്കിൽ നമുക്ക് ഒരുപാട് യാത്ര ചെയ്യേണ്ടതായിട്ട് വരും. കാരണം പല സ്ഥലങ്ങളിലായിരിക്കും പട്ടാളക്കാർ ഉണ്ടായിരിക്കുക. അപ്പോൾ അവിടെ പോകണം. ഈ യാത്രയ്ക്ക് വേണ്ടി തന്നെ സമയങ്ങളുണ്ട്. അവരുടെ ഒപ്പം താമസിക്കണം. അങ്ങനെ റിസ്കേറിയ യാത്രകളൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ ഒരു പ്രധാന ഉത്തരവാദിത്വം. വാർലൈക്ക് സിറ്റുവേഷൻസ് വരുമ്പോഴത്തേക്കും ആസ് എ ഹ്യൂമൻ നമുക്കെല്ലാവർക്കും വറീസുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഒരു യൂണിറ്റിന് ആർക്കെങ്കിലും ഒരു കാഷ്വാലിറ്റി വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു ഈവൻ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അത് യൂണിറ്റിൻ്റെ ഒരു മോറലിനെ ശരിക്കും ബാധിക്കും. അപ്പം ആ ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും നമുക്കും അതിൻ്റേതായ ആശങ്കകളുണ്ട്. അല്ലാത്ത രീതിയിൽ നോർമലായിട്ടെല്ലാം പോവുകയാണെങ്കിൽ ഓക്കെയാണ്. എന്നാലും നമ്മൾ തയ്യാറായിരിക്കുക എന്നുള്ളതാണ്. അവർക്കറിയാം അവർ വാറിന് പോകേണ്ടവരാണെന്ന് അറിയാം. പക്ഷേ ഈ ചില ഫാമിലീസിൽ പ്രോബ്ലംസ് ഉള്ളവരുണ്ടാവും. പ്രത്യേകിച്ച് അവരുടെ പേരൻസിൻ്റെ അസുഖങ്ങൾ, അതുപോലെ വൈഫിൻ്റെ ഡെലിവറി, അതുപോലെ അവർക്ക് പേഴ്സണലായിട്ടുള്ള സിക്നെസ്, പിന്നെ ഫാമിലി എമർജൻസി കേസുകളൊക്കെ ഉണ്ടാവും. അപ്പം പെട്ടെന്നുള്ള റീകോൾ വരും. അവർക്ക് ലീവൊക്കെ നമ്മളൊരു വർഷം മുമ്പ് പ്ലാൻ ചെയ്തതായിരിക്കും. എല്ലാവരുടെയും ക്രമം അനുസരിച്ചായിരിക്കും. അപ്പം പെട്ടെന്ന് ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് വരുമ്പോഴത്തേക്ക് അവരുടെ ലീവിനെ ബാധിക്കും. ഫാമിലിയിൽ പ്രോബ്ലംസ് ഉണ്ടാവും, പ്രോഗ്രാംസ് ഉണ്ടാവും, അതിനെല്ലാം ബാധിക്കും. എന്നാലും നമ്മൾ ആ ഒരു സാഹചര്യത്തിൽ നമ്മളെ അവർ മോട്ടിവേറ്റ് ചെയ്ത് അവരുടെ മിനിസ്ട്രി ഇതാണെന്നുള്ള ഇതും, പിന്നെ നമുക്ക് ഇങ്ങനെയുള്ള വാർ സിറ്റുവേഷനിൽ കുറച്ചുകൂടി എന്താ പറയുന്നത്, ഒരു മെൻ്റൽ സ്ട്രെങ്തിന് വേണ്ടിയൊക്കെ നമ്മൾ അവരെ ഒന്ന് ശക്തിപ്പെടുത്തും. അതാണ് നമ്മൾ ചെയ്യുന്നത്. ഇങ്ങനെ ഒരു അറ്റാക്ക് ഉണ്ടായി കഴിഞ്ഞപ്പോഴേക്കും മിലിറ്ററി അലേർട്ടിലാണ് എന്നുള്ളത് നമുക്കൊരു ഇത് കിട്ടിയത്. അപ്പം ഞാൻ തുടർന്ന് വരുന്ന സൺഡേസിലെ പ്രോഗ്രാമുകളിലും നമ്മുടെ സെർമണിലൊക്കെ മിലിറ്ററിയുടെ ഒരു റെസ്പോൺസിബിലിറ്റിയെക്കുറിച്ചും നമ്മളിപ്പോഴും അവെയർ ആയിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചും നമ്മൾ മൂവ് ചെയ്യാനായിട്ടൊക്കെ റെഡി ആയിരിക്കണം എന്നുള്ള പറഞ്ഞ് നമ്മൾ അവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യും. അവരുടെ ഫാമിലീസിനെ അലേർട്ടാക്കി വെക്കണം എന്നുള്ളതൊക്കെ നമ്മൾ അവരെ ഒന്ന് അറിയിക്കും. അത്രയാണ് നമ്മൾ ചെയ്യുക. ഞാനൊരിക്കലും ലഡാക്കിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ആർമിയുടെ ബോർഡർ യൂണിറ്റാണ് ഈസ്റ്റേൺ ലഡാക്കിൽ. ആ സമയത്ത് നമ്മുടെ വലിയ റോളെന്ന് പറയുന്നത് ഈ പട്ടാളക്കാർക്ക് സമയത്തൊന്നും അവധി കിട്ടാനായിട്ടുള്ള ബുദ്ധിമുട്ട് വരും. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഞാൻ ഓർക്കുകയാണ്, നമ്മൾ ഈ കമ്പനി വിസിറ്റിന് പോയി കഴിയുമ്പോൾ പട്ടാളക്കാരൻ്റെ ഒരു ഡെലിവറിയുമായി ബന്ധപ്പെട്ട ഒരു ബുദ്ധിമുട്ട് വരും.
അപ്പം ഇദ്ദേഹത്തിനൊരു പ്രധാന റെസ്പോൺസിബിലിറ്റി ഉണ്ട് ബോർഡറിലായതുകൊണ്ട്. അപ്പോൾ ആ സമയത്ത് വളരെയധികം മാനസികമായിട്ടുള്ള ടെൻഷൻസ് അനുഭവിക്കുന്ന ഒരു പട്ടാളക്കാരനായിരുന്നു. അപ്പം ഞാൻ ഈ ഒരു കാര്യം അദ്ദേഹത്തോട് സംസാരിച്ചു. അപ്പം ഞങ്ങളുടെ ഒരു കമാൻഡിങ് ഓഫീസറോട് ഇത് സംസാരിക്കുകയും അദ്ദേഹം ദ്രുതഗതിയിൽ ആക്ഷൻ ചെയ്യുകയും ഇദ്ദേഹത്തിന് വീട്ടിലെത്തുകയും ആ ഒരു സാഹചര്യം സഹായിക്കാനായിട്ട് സാധിച്ചു. ഇതുപോലെ ഒട്ടേറെ സംഭവങ്ങൾ, അതായത് പട്ടാളക്കാരുടെ എമർജൻസി സിറ്റുവേഷനിൽ അവർക്കൊരു മീഡിയേറ്ററായിട്ട് വർക്ക് ചെയ്യാൻ സാധിച്ചത് ഒരു വലിയൊരു മിഷനായിട്ട് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. കാരണം അവർക്ക് വേണ്ടി സംസാരിക്കാൻ പ്രവർത്തിക്കാനായിട്ട് നമുക്കങ്ങനെ അവസരങ്ങൾ കിട്ടാറില്ല. ഏതായാലും അങ്ങനെ ഒരു അവസരം കിട്ടി ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് ഓർക്കുകയാണ്.